എൻ്റെ പേര് അഷ്റഫ് പള്ളിക്കൽ ഉസാർ. കായക്കുടി ഇവിടെ നടത്തിയ ആദർശ വിശദീകരണ പരിപാടിയിൽ 2 ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മംഗലാപുരം സംവാദത്തിൽ നസ്രുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ തൗഹീദാണ് നിങ്ങളുടേതെന്നും, രണ്ടാമത്തത് ഗഫാർ മൗലവി ചികിത്സ നടത്തുന്ന രീതിയിലാണ് സക്കരിയ ടീമും ചികിത്സ നടത്തുന്നതെന്നും. കായക്കുടിയുടെ ഈ ആരോപണങ്ങൾക്ക് വസ്തുത അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. 2 വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഒന്ന് മംഗലാപുരം സംവാദവുമായി ബന്ധപ്പെട്ട വിഷയം. മംഗലാപുരം സംവാദം നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഹനീഫ് കായക്കുടി സ്വസ്ഥമായിരുന്ന് ബൈലക്സിൽ അത് കേട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് കേൾക്കാതിരിക്കാൻ തന്നെ മൂപ്പർ കഴിയില്ല. അതുകൊണ്ട് മൂപ്പരത് ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ സംവാദത്തിൽ തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെ പരാമർശിക്കേണ്ടി വന്നു. കാരണം ഖുറാഫികൾ സംവാദത്തിൽ വന്നപ്പോൾ അവർക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ ജിന്ന് വിഷയം എടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നായിരുന്നു. കാരണം മൂവാറ്റുപുഴ സംവാദത്തിൽ അങ്ങനെയാണല്ലോ കാരന്തൂരികൾ രക്ഷപ്പെട്ടത് ഹനീഫ് കായക്കുടിന്റെ മുമ്പ്. ജിന്ന് വിഷയം എന്നപ്പോ കായക്കുടിക്കവിടെ പറയാൻ കഴിഞ്ഞില്ല. പറഞ്ഞതാവട്ടെ ഭീമാബദ്ധമായി മാറുകയും ചെയ്തു. കാരണം ഇസ്തിഹാസ വിഷയം പറഞ്ഞപ്പോ നൗഷാദ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്. സിഹിറാവട്ടെ പൈശാചികമാണല്ലോ. അപ്പോൾ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടാകണമെങ്കിൽ പിശാച്ചിന് ഇടപെടൽ ഉണ്ട് എന്ന് വിശ്വസിക്കണം. പിശാച്ചാവട്ടെ നിങ്ങളുടെ കണക്കിൽ അഭൗതികമാണ് താനും. അപ്പോൾ പിശാച്ച് ഇടപെടണമെങ്കിൽ അഭൗതികമായ ഇടപെടൽ പിശാച്ചിൽ നിന്ന് ഉണ്ടാകാമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ പണ്ട് എഴുതി വെച്ചതോ അഭൗതികമായി ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ, അല്ലാത്തവർക്ക് കഴിയുമെന്ന വിശ്വാസം ശിർക്കാണ് എന്ന ഇപ്പൊ നിങ്ങൾ പറയേണ്ടി വന്നു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അഥവാ അഭൗതികമായി പിശാച്ച് ഇടപെടും എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? അപ്പൊ നിങ്ങളും ശിർക്കിലല്ലേ? അപ്പോഴാ കായക്കുടി എന്ന് ഉരുണ്ട് പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചാ ശിർക്ക് വരൂല, അത് തേടിയാലേ ശിർക്കാവുള്ളൂ. ഉടനെ നൗഷാദ് ചോദിച്ചു, എങ്കിൽ മുഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാന്ന് എങ്ങനെ പറയാം? തേടുന്നില്ല, ഒരാൾ കുത്തുബൈത്ത് നടത്തുന്നില്ല, നാരിയാസാത്ത് ചെല്ലുന്നില്ല, അങ്ങനത്തെ ശിർക്കിന് ഏർപ്പാടും ചെയ്യുന്നില്ല. അയാൾ മുഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്തു, എന്നാ ശിർക്കാന്ന് പറയാൻ പറ്റുമോ എന്നാ അന്ന് മിണ്ടാതെ പോയതാ. പിന്നെ കായക്കുടി നമ്മൾ കണ്ടിട്ടില്ല സംവാദ വേദികൾ, പിന്നെ ഇവിടെ സംവാദം ഉണ്ടായിട്ടില്ല അവരിട്ട്. അപ്പൊ ആ ധൈര്യത്തിലാ ഇവര് വന്നത്. ഈ കേസുള്ള ആളും ആ ജിന്നുമ കൂടാണ്. പക്ഷേ നമുക്കല്ലാതെ തൗഫീഖുകൊണ്ട് വിഷയാവതത്തിൽ ആദ്യ അവസരം കിട്ടി. അതുകൊണ്ട് നമ്മുടെ അവതത്തിൽ തന്നെ ജിന്ന് കംപ്ലീറ്റ് അങ്ങനെ എടുത്തിട്ടു. ഓല് ഇങ്ങോട്ട് പറയാൻ വിചാരിച്ചെന്തോ അത് അഡ്വാൻസ് ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞു. ജിന്നാവട്ടെ മലക്കാവട്ടെ ആരായും ശരി റബ്ബല്ലാത്തവരോട് ദുആ ചെയ്താൽ ശിർക്ക് തന്നെയാണ് എന്ന് തീർത്തങ്ങ് പറഞ്ഞപ്പോ ഓലും കൂടി ഇനിയിപ്പോ എന്താ പറയാന്ന് അറിയില്ല. ഇതിങ്ങനെ ലൈവായി ഹനീഫ് കായക്കുടി ഇരുന്ന് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അല്ലാഹു അക്ബർ. അപ്പൊ സ്വാഭാവികമായും കായക്കുടി എന്നുള്ളത് നമ്മുടെ സംവാദത്തിന് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ജിന്ന് വിഷയം പിന്നെ എടുത്തിട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു ഈ ഹനീഫ് കായക്കുടി പോലും പറഞ്ഞിട്ടുണ്ട് ജബാമൊഴിക്കുന്ന വാദമില്ല എന്നുള്ളത് എന്ന് പല പ്രാവശ്യം പറഞ്ഞു. അപ്പൊ കായക്കുടിക്ക് എന്തായാലും മംഗലാപുരം സംവാദം എന്നുള്ള ഒരു കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. ഈ 2-3 അർത്ഥത്തിൽ മൂപ്പരെ പേര് പരാമർശിച്ചു എന്നുള്ളതും മൂപ്പർക്ക് കഴിയാത്ത പണി മൂപ്പരേക്കാൾ എത്രയോ താഴെയുള്ള ഞങ്ങളൊക്കെ സാധിച്ചു എന്നുള്ളതും അൽഹംദുലില്ലാ ആ നിലക്ക് ഒരു പ്രയാസം മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ മൂപ്പര് അന്ന് തപ്പിയില്ല ഈ അകട്ടിൽ വല്ല ചോരയുണ്ടോ എന്നുള്ളത്. മംഗലാപുരം സംവാദം കഴിഞ്ഞ പദാർത്ഥത്തിന് മംഗലാപുരത്തെ അത് സംഘടിപ്പിച്ച സലഫി പ്രവർത്തകന്മാർ ഏറെ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. സുന്നി മുസ്ലിയാക്കന്മാർ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാൻ പോലും കഴിഞ്ഞു. ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരെ കൊണ്ടല്ല വേറെ ആരെയും വിളിക്കാതെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും നമുക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞു. മ്ലാനമായ മുഖത്തോടെയാണ് പോലും മൊത്തം ഇറങ്ങിപ്പോയത്. ശേഷമുള്ള സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം എന്താ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നിവരെ മുഹീദ്ദീൻ ശൈഖിനോട് പറയാമെന്ന് പ്രഖ്യാപിച്ചിട്ടാണല്ലോ അവർ ആ സംവാദത്തിൽ നിന്ന് പോകേണ്ടി വന്നത്. അപ്പൊ ഈ സംവാദത്തിന് വല്ല ചോരയും കിട്ടോ എന്നാണ് കായക്കുടി തപ്പിയത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാചകം എന്താ, മുസ്ലിയാക്കന്മാരെ ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം അതെന്തായിരുന്നു, നിങ്ങൾ പറഞ്ഞല്ലോ മഹാന്മാരുടെ പ്രാർത്ഥന ശിർക്കാണെന്ന്.
എന്നാ എന്താ പ്രാർത്ഥന? നമുക്കറിയാം കൊട്ടപ്പുറം സംവാദം മുതൽ കിട്ടുന്ന എല്ലാ സംവാദത്തിലും പ്രാർത്ഥന നിർവചനം, ശിർക്കിന്റെ നിർവചനം, തൗഹീദിന്റെ നിർവചനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സാധാരണ കളിക്കാറുള്ളത്. അപ്പൊ നിർവചനത്തിന്മേൽ കൂടി അതിന് കിതാബ് വായിച്ച് പിന്നെ അപ്പുറപ്പുറം പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയാൽ സാധാരണക്കാർക്ക് വിഷയം പിടുത്തം കിട്ടൂല എന്ന് ഓൽക്കറിയാം. അതിനുവേണ്ടി എല്ലാ സംവാദത്തിലും ഓല് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യത തൈരീഫ് എന്താണ്, നിർവചനം എന്താണ്. അപ്പൊ അയിമക്കളും ചെയ്യാനോ. അതുകൊണ്ട് ഇവിടെയും ചോദിച്ചു എന്താണ് പ്രാർത്ഥന. നമുക്കറിയാം ഇതിന്റെ കിതാബ് ഇബാർത്ത് വായിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഇബാർത്ത് എവിടെ കിട്ടി, ആ കിതാബ് ആരെ പറഞ്ഞു, അത് അംഗീകരിക്കാൻ പറ്റുമോ, അതിന് മുമ്പ് ആരെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് സംവാദം കംപ്ലീറ്റ് അങ്ങനെ കൊണ്ടുപോകാന്ന ഓല ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് അവർക്കും സാധാരണക്കാർക്കും എല്ലാം ബോധ്യമാകാവുന്ന രൂപത്തിൽ നല്ലൊരു വിശദീകരണം കൊടുക്കാൻ നമുക്ക് അവിടെ കഴിഞ്ഞു. അവർ തന്നെ എഴുതിയ പുസ്തകം എടുത്തു. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന സമസ്തയുടെ പഴയകാല നേതാവ്, അയാൾ എഴുതിയ പുസ്തകം, അയാള് കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവി എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകത്തിന് മറുപടിയായിട്ട് അന്ന് ആ ബുക്ക് എഴുതി അൽ ഖൗലുസ് സദീദ്. കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവി തന്റെ അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ എഴുതി അമ്പിയാക്കളും മൗലിയാക്കളും എല്ലാം പ്രാർത്ഥന നടത്തുന്ന ശിർക്കാണ്. അത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ മറുപടി, ഒരൊറ്റ മുസ്ലിമും നബിയോടോ വലിയോടോ ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പറയാറില്ല, പറയാൻ പാടുമില്ല, ഒരു മുസ്ലിമും അങ്ങനെ പറയുകയുമില്ല. വളരെ ക്ലിയറാണ്. നമ്മൾ നിർത്തിട്ട് പറഞ്ഞു ഈ പറഞ്ഞ പ്രാർത്ഥന ഏതോ അതിനെപ്പറ്റി നമ്മൾ ചർച്ച. ഇവിടെ പറഞ്ഞ പ്രാർത്ഥന ഏതാ, ആ പ്രാർത്ഥനയാണ് നമ്മളെ ചർച്ച എന്ന് പറഞ്ഞപ്പോ എല്ലാം ക്ലിയറായി. എന്നിട്ട് പിന്നെ ആയത്തും ഹദീസൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ കായക്കുടിയുടെ കണ്ടുപിടുത്തം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പ്രാർത്ഥനയാണ്, അദ്ദേഹത്തിന്റെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞല്ലോ. കാരണം മൂപ്പര് പഴയ കാലത്ത് ഖുറാഫിയായിരുന്നു, അതാ മൂപ്പര് കണ്ടുപിടിച്ചത്. ഫൈസൽ മുസ്ലിയാർ പണ്ട് ഖുറാഫിയായിരുന്നു. ഇവിടെ ഇങ്ങനെ കയറിക്കൂടി ഇവിടെ ഒന്നാ ഖുറാഫാത്തെ കൊണ്ടങ്ങനെ പണിയെടുക്കുകയാണ്. അത് ഓരോന്നിങ്ങനെ പുറത്തേക്ക് വരിക. ഇപ്പൊ കണ്ടോ സംവാദത്തിൽ പറഞ്ഞെന്താ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ തൗഹീദാണ് ഞങ്ങൾ തൗഹീദ് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര വക എന്ത് നമ്മളെ പാഠബുക്കിലില്ലേ പ്രാർത്ഥന നിർവചനം, നമ്മൾ പല സ്ഥലത്തും എഴുതിയിട്ടില്ലേ പ്രാർത്ഥന നിർവചനം, പല കിതാബിലില്ലേ നിർവചനം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ എന്താ പ്രശ്നം, ജിന്ന അപ്പുറത്തുണ്ട്, അതുകൊണ്ട് കുടുംബം പേടിച്ചിട്ടാണ്. ഇതാ കായക്കൊടിക്കല്ലേ പേടിയുള്ളൂ, ഞങ്ങൾക്കാർക്കും ആ പേടില്ല. മാത്രം ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജിന്നും മലക്കും എല്ലാം കൂട്ടി പറഞ്ഞിട്ടാ ആ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. എന്നിട്ട് കായക്കുടി പറഞ്ഞ ജിന്നുണ്ട്, അത് ബേജാറായിട്ടാണ് നമ്മൾ നിർവചനം പറയാതിരുന്നത്. കായക്കുടിന് ആ ആരോപണത്തെ ക്ലിപ്പ് വേണ്ടാവും, അതൊന്ന് കേൾക്കി. എന്നിട്ട് ഇൻഷാ അല്ലാഹ് സംവാദത്തിന്റെ ഭാഗം കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. മംഗലാപുരത്ത് നടന്ന വാദപ്രതിവാദത്തിൽ മുസ്ലിയാമാരൊരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ ഈ പ്രാർത്ഥന ശിർക്കാണ്, മരിച്ചുപോയ മാമാരുള്ള പ്രാർത്ഥന 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 എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ പ്രാർത്ഥന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ ബുക്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ കഴിവിന് അതീതം, അതേപോലെ അസാധാരണം, അഭൗതികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത്, എപ്പോഴാണ് ഒരു വിളി പ്രാർത്ഥനയാകുന്നത്, എപ്പോഴാകാതിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു. അതിവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് പറഞ്ഞാൽ അതിൽ ജിന്നും പെടും. അപ്പൊ എന്നാ പിന്നെ ജിന്നിനോടുള്ള തേട്ടം ശിർക്കല്ലേ എന്ന് വലിയമാര് ചോദിക്കും. അതുകൊണ്ട് മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉപ്പും ചോറും തിന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വായു ശ്വസിച്ച് ഈ പ്രസ്ഥാനത്തോടൊപ്പം നടന്ന പുളിക്കലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകർ സക്കരിയയുടെയും ഫൈസലിന്റെയും വാദം ശരിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ മംഗലാപുരം സംവാദം നിങ്ങളൊന്ന് കേൾക്കണം. ആ മംഗലാപുരം സംവാദത്തിൽ ഏത് പ്രാർത്ഥനയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരു കാലത്ത് ഖുബൂരിസത്തിന്റെ വക്താവായിരുന്ന ഫൈസൽ മുസ്ലിയാർ അവിടെ പറഞ്ഞ മറുപടി റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഉദ്ദേശിച്ച പ്രാർത്ഥനയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. കണ്ടോ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഉദ്ദേശിച്ച പ്രാർത്ഥനയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. കാരണം എന്താ, ഫൈസൽ മുസ്ലിയാർ ഒരു കാലത്ത് ഖുറാഫിസത്തിന്റെ വക്താവായിരുന്നു. അതാണ് ധ്വനി. എന്നിട്ട് പുളിക്കല്ല മുജാഹിദികളെ കംപ്ലീറ്റ് വിളിച്ച് ഓലക്കപ്പാടെ കീശീലാക്കിയിട്ട് അവരെ തൽക്കാലം പൊട്ടീസാക്കി വിടാന്നാ മൂപ്പര് കണക്കാക്കിയത്. ആ സംവാദം കേൾക്കണമെന്ന മൂപ്പരാവശ്യം നമുക്കതിനെ പറയാനുണ്ട്. പറ്റെങ്കിൽ കായക്കുടിയുടെ ചെലവിൽ ഒരു 100 കോപ്പി CD ഈ പുളിക്കൽ പ്രദേശത്ത് നിങ്ങൾ വിതരണം ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ
മംഗലാപുരം സംവാദത്തിന് 100 കോപ്പി കായക്കൊണ്ടിന് ചെലവില്. എല്ലാവരും കേൾക്കട്ടെ, എന്നാ ഓർക്ക് തനിനിറം മനസ്സിലാവുമല്ലോ. ആഹാ, ഈ സൈസ് മനുഷ്യനെ ഈ പൈസ മുസ്ലിയാരില്ലേ, ഇയാളപ്പം പെടാൻ പാടില്ല എന്ന് ഈ നാട്ടിൽ മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങൾ ആ CD 100 കോപ്പി എടുത്തിട്ട് കൊടുക്കി, ആളുകൾ കേൾക്കട്ടെ. അതാണ് ഹനീഫ് കായക്കൊടി ഈ പറഞ്ഞ വാക്കിനോട് മൂപ്പര് കൂറുണ്ടെങ്കിൽ മൂപ്പര് ചെയ്യേണ്ടത്. ഇനി എന്താ ഖുറാഫയുടെ ചോദ്യം? മംഗലാപുരം സംവാദത്തിന് ഖുറാഫികളെ ഒന്നാമത്തെ ചോദ്യമായിരുന്നത് ആ ചോദ്യം കേട്ടോളി. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ എഴുതിയല്ലോ, മഹാന്മാരായ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അവർ മരണപ്പെട്ടതിന് ശേഷം അവരോട് സഹായം അവരോട് പ്രാർത്ഥന ശിർക്കാണെന്ന്. എന്നാൽ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയ ആ വാചകം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഇതായിരുന്നു ചോദ്യം. പ്രാർത്ഥന എന്ന വാചകം കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ കായ്ക്കൊണ്ട ഭാഷ നമ്മളാകെ ബേജാറായി. കാരണം എന്താ, എന്ത് പറഞ്ഞാലും ജിന്ന് അപ്പുറത്തുണ്ടാവുമല്ലോ, അപ്പൊ എടുങ്ങാറാവൂലേന്നാ. നമ്മളെ സംബന്ധിച്ച് ജിന്ന് കയറിയാൽ ഇറക്കാൻ പറ്റുന്നത് പഠിച്ചുകൂടി പിന്നെ ഒരു ബേജാറുമില്ല. മൂപ്പർക്കേ ബേജാറ്, റുക്കയ്യ മൂപ്പർക്ക് എപ്പോഴും പ്രാർത്ഥന വെക്കുക. പോട്ടെ, അപ്പൊ ഏതായാലും ഈ ചോദ്യം വന്നു. നമ്മളെ സംബന്ധിച്ച് വല്ലാത്ത സന്തോഷം. കാരണം എന്താ, ക്ലിയർ ആണല്ലോ. എന്താണ് പറഞ്ഞത്തിന് എല്ലാം ക്ലിയറായി. ആ മറുപടിയും കൊടുത്തു. കേട്ടോ നിങ്ങൾ, അവിടെ നമ്മൾ ഒന്നാമത്തെ ചോദിച്ചു നൽകിയ മറുപടി. ഇപ്പൊ എന്താ പ്രാർത്ഥന എന്താന്ന് പറയണം. ഇതേ മുസ്ലിയാക്കന്മാർ വിളിച്ചത്, ഉസ്താദെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കിട്ടോ എന്ന് പറഞ്ഞ 100 റുപ്യ നീട്ടിയാലോ? ഈ ഇർഫാനി പറയോ, കാക്ക ഞങ്ങൾ പ്രാർത്ഥിച്ചോളാ, പക്ഷെ എന്താ പ്രാർത്ഥന? അതിന് ആവശ്യപ്പെടാൻ അർത്ഥമുണ്ട്, വിനയത്തോടെ ചോദിക്കാൻ അർത്ഥമുണ്ട്, യാചിക്കാൻ അർത്ഥമുണ്ട്, ഈശ്വരനാണെന്ന് വിചാരിച്ച് ചോദിക്കാൻ അർത്ഥമുണ്ട്. ഇതിലിപ്പോ ഏതാ എനിക്ക് വേണ്ടി? എനിക്ക് ഇന്നലെ അതിന് 100 പോലെ 150 വേണം എന്ന് പറയോ? എന്നിട്ട് സംവാദത്തിന് പ്രാർത്ഥന എന്താ തിരിഞ്ഞിട്ടില്ല. ഏതാ പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല? ആ തിരിഞ്ഞതാ ഞാൻ അർത്ഥം ചോദിച്ചത്. റഷീദുദ്ദീൻ മുസ്ലിം എഴുതിയില്ലേ, ഞാൻ പ്രാർത്ഥിച്ചുവെന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേട്ടിട്ടില്ല, ഒരു മുസ്ലിം അങ്ങനെ പറയുകയുമില്ല. അതിനെന്താ മൂപ്പര മറുപടി അറിയോ? അത് ഭാഷാപരമായ പ്രാർത്ഥനയാണ്. എന്നാ പിന്നെ പറയാൻ പാടില്ല എന്നുണ്ടോ? ഭാഷാപരമായ പ്രാർത്ഥനയാണെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ പറയൂലെന്ന് എഴുതോ? ആവശ്യപ്പെടുക, ചോദിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞൂടെ? പിന്നെന്തിന് റഷീദുദ്ദീൻ മുസ്ലിയാര് അങ്ങനെ പറയാൻ പാടില്ല എഴുതിയത്? അപ്പൊ ഭാഷാപരമായ പ്രാർത്ഥന അല്ലാതെ മനസ്സിലായി. പ്രാർത്ഥനയ്ക്ക് പല അർത്ഥം ഉണ്ടാകാം. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച മഹാന്മാരായ അമ്പിയാവിനോട് പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതെ, നിങ്ങൾ ഖണ്ഡിക്കുന്നുവെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന അത് ഏതാ? നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, സാധാരണക്കാർക്ക് എന്തായാലും അറിയാം. അതാണ് ഇന്തറുഹും എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതിൽ ജിന്ന് പെടും. കുടുങ്ങണ്ടങ്ങള് ജിന്ന് എല്ലാ ജിന്നും പെടും. ഹാദറും വായിബും കാതിറും എല്ലാം പുഴക്കടവും കുളക്കടവും എല്ലാം അഡ്വാൻസായി പെട്ടു. ഇത് വിഷയവദത്തിൽ തന്നെ വരുന്ന് മൂപ്പര് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ട് തൗഹീദുൽ ജബ്ബാരിയ എന്തായാലും ജബ്ബാർ മൗലവി ഈ വിഷയം ക്ലിയർ ആക്കി തന്നതുകൊണ്ട് നിങ്ങളെ ആളുകൾക്ക് അടക്കം തൗഹീദ് പടിഞ്ഞു എന്നാ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതപ്പോ സംഭവിച്ചത് ഞങ്ങൾക്ക് ആദ്യം അറിയാം, ജബ്ബാർ മൗലവിക്ക് അറിയാം, അപ്പൊ നിങ്ങൾക്കും പടിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എത്ര മുഖാമുഖം നടത്തി, വല്ലാണ്ട് വന്നില്ലല്ലോ ചോദിക്കാന്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി തൗഹീദ് ഇപ്പൊ അവർക്ക് നമ്മളോട് കൃത്യമായി പറയാനുള്ള എല്ലാ ട്രാക്കും കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളെ സാധാരണക്കാർക്ക് വരെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഏതാണ് പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇടങ്ങാറാകണ്ട. അല്ലാഹു തആല പറഞ്ഞു, ഇൻ തദ്ഉഹും, നിങ്ങൾ ദുആ ചെയ്താൽ. ആരോട്? ജിന്നോ മലക്കോ മനുഷ്യനോ നബിയോ വലിയോ കല്ലോ മരമോ ആരുമാവട്ടെ, റബ്ബിന് പുറമെയുള്ള എല്ലാവരും ആരായാലും ശരി, ദുആ ചെയ്താൽ ആ ദുആ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല, അത് ശിർക്കാണ്. ആ ദുആ അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം ധാരാളമുണ്ട്. ഉദാഹരണമായി മഅ്ബൂദിയ്യത്തിന് പോയില്ല എന്ന് ശിർക്ക് നിർവചനം പറഞ്ഞവർ, അതേപോലെയുള്ള നിർവചനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കിത് ബോധ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിനോട് അള്ളാഹ്ക്ക് പുറമെ ഒരാളും ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ചോദിച്ചിട്ടില്ല, മുഹമ്മദേ ലാത്ത ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ പോയി 10 രൂപ വായ്പ ചോദിച്ചിട്ടുണ്ട്, അത് ശിർക്കാവോ എന്ന് അബൂജഹൽ ചോദിച്ചിട്ടില്ല. കാരണം അബൂജഹലിന് അറിയാം അതല്ല പ്രാർത്ഥന, അതല്ല പ്രാർത്ഥന. കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂജഹല് ലാത്തയുടെ കാരക്കത്തോട്ടത്തിൽ നിന്ന് ഈത്തപ്പനക്കുരുവുമായി വന്നിട്ടില്ല. അപ്പൊ കണ്ടോ, ഇത്ര കൃത്യമായി പറഞ്ഞു അവിടെ.
ജിന്ന് പെടും, ജിന്നിനോട് തേടിയാലും ശിർക്കാണ് എന്ന് ആ സാക്ഷാൽ ഔദ്യോഗിക ഖുറാഫികളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു. എവിടെ പ്രഖ്യാപിച്ചത്? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയ ആ വാചകത്തിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്തോ ആ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ തൊട്ടടുത്ത വാചകത ജിന്നും പെടും. എന്നിട്ടാ കായക്കൂടെ എന്ത് പറഞ്ഞത്? ജിന്ന് പെടുന്ന് പേടിച്ചിട്ട് മൂപ്പ് നിർവചനം പറഞ്ഞില്ല. കണ്ടങ്ങള് എങ്ങനെയോ മനുഷ്യൻ എത്ര തരം താഴാൻ കഴിയുക? താല്പര്യങ്ങൾ പലതും ഉണ്ടാവാം, പക്ഷെ ഇത്ര തരം താഴാൻ ഹനീഫ് കായക്കൂടെയൊക്കെ ഇങ്ങനെ വാക്കുമാറ്റി പറഞ്ഞതിൽ ആദ്യമൊക്കെ എനിക്കൊക്കെ വിഷമുണ്ടായിരുന്നു. ഇപ്പൊ തോന്നുക ഇതൊന്നും വെറുതെ. ഹിദായത്ത് നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് പല കാരണങ്ങളാൽ ഹിദായത്ത് നഷ്ടപ്പെടും. ഒരു പക്ഷെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചില തിന്മകൾ ഹിദായത്ത് പോകാൻ കാരണമാകും. മാത്രമല്ല ഈ പുളിക്കല് മാത്രമല്ല, ഏത് യൂണിറ്റ് എടുത്ത് നോക്കി ഹനീഫ് കായക്കൂടെ വയതിനെ വിളിച്ച ഒരു അനുഭവം ഇല്ലാത്തൊരാരും ഉണ്ടാവില്ല. ഹനീഫ് കായക്കൂടി മനസ്സ് മുസ്ലിയാരെയും വയതിനെ വിളിച്ചിട്ട് നെഞ്ചിങ്ങനെ ഇടിച്ച് കാത്തു നിന്ന അനുഭവമില്ലാത്ത ഒരൊറ്റ യൂണിറ്റ് കേരളത്തിൽ ഉണ്ടാവില്ല. ഞാൻ സാക്ഷിയായിരുന്നു. ഞാൻ ഇരയവന. ഞങ്ങൾ വേങ്ങര മണ്ഡലത്തിൽ വിളിച്ചു. വേങ്ങര ബസ് സ്റ്റാൻഡ് നല്ല പ്രോഗ്രാം വെച്ചു. പക്ഷെ ഉച്ചയപ്പോഴേക്കും മൂപ്പര ഫോൺ ഓഫ്. യാതൊരു വിവരവുമില്ല. വിളിച്ചിട്ട് ഒരു വിവരം കിട്ടുന്നില്ല. അവസാനം അസറായി മഗ്‌രിബായി നിസ്കാരം കഴിഞ്ഞു. ആളുകളും വന്ന് കൂടി. 7 മണി 7:15 7:20 വരുന്ന എല്ലാ ബസ്സുകളും നോക്കുമെന്ന് ഇറങ്ങുന്നുണ്ടോന്ന്. രണ്ടാൾ നിർത്തി. അവിടെ ആ രംഗം എന്തേക്കും? രണ്ടാൾ നിർത്തി വരുന്ന ഓരോ ബസ്സും നോക്കുക, ഇയാൾ വരുന്നുണ്ടോ. അവസാനം 7:00 നിങ്ങൾ കാര്യം ചെയ്യി, ഇങ്ങാണ്ട് കേറിക്കോളി. മൂപ്പര് വന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ സ്വാഗതം പറഞ്ഞ് നിർത്തിക്കാളിയാണ്. അങ്ങനെ സ്വാഗതം പറയാൻ വേണ്ടി ഞാൻ കയറി. എന്റെ സ്വാഗതം 9:30 വരെ പറയേണ്ടിരുന്നു. 9:30 വരെ പ്രസംഗിച്ചിട്ട് പോരേണ്ടിരുന്നു. അയാളെ കണ്ടില്ല. ചെറൂർ മുഖാമുഖം നമ്മൾ നടത്തിയ പരസ്യമായ ആദ്യത്തെ മുഖാമുഖമായി ചെറൂർ മുഖാമുഖം. അനസ് മുസ്ലിയാർ എന്നോട് വന്നത് നമുക്ക് പരസ്യമായി മുഖാമുഖം നടത്തണം. ആയിക്കോട്ടെ, നടത്താം. അയാൾ നിർദ്ദേശപ്രകാരം അതിന് മുന്നിട്ടിറങ്ങി. ഞങ്ങളൊക്കെ പാടെ കൂടി ആലോചിച്ച് ഞാൻ കാണിച്ച വേങ്ങര വെച്ച് നടത്താം. അങ്ങനെ വേങ്ങര വെച്ച് നടത്തിയത്. ധാരാളം വളണ്ടിയേഴ്സ് തയ്യാറാക്കി, എല്ലാ ഒരുക്കങ്ങളും നടത്തി, എല്ലാ സെറ്റപ്പോടും കൂടി മുഖാമുഖം സംഘടിപ്പിച്ചു. ഹനീഫ് കായക്കൂടിയും അനസ് മൗലവിയായിരുന്നു അതിലെ പ്രധാന അവതാരക. ഞങ്ങളൊക്കെ പിന്നെ സഹായിക്കാൻ വേണ്ടി കൂടി കൊടുക്കാന്ന് മാത്രം. അനസ് മൗലവി കുവൈത്തിക്ക് പോയി. അദ്ദേഹം തലേന്ന് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. മൂപ്പർ നമ്പർ സംഘടിപ്പിച്ച് അങ്ങോട്ട് വിളിച്ചു, കിട്ടുന്നില്ല. അങ്ങനെ ആരോപണം. കുഞ്ഞു മുഹമ്മദ് പറപ്പൂരുണ്ട് കുവൈത്തില്. അദ്ദേഹത്തെ വിളിച്ചാൽ ചിലപ്പോൾ ആൻസർ കിട്ടും. അങ്ങനെ പറപ്പൂരിന്റെ വീട്ടിലേക്ക് വിളിച്ചു. പറപ്പൂരിന്റെ നമ്പർ സംഘടിപ്പിച്ചു. പറപ്പൂരിന്റെ കുവൈത്തിക്ക് വിളിച്ച പറപ്പൂർ പറഞ്ഞു, എന്റെ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ഞാൻ ഫോണ് കൊടുക്കാം. അവിടെ കൊണ്ടുപോയി ഫോണ് കൊടുത്തപ്പോ പറഞ്ഞു, എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല, ഹനീഫ് ഉണ്ടാവും, നിങ്ങള് പ്രശ്നമാക്കണ്ട. ഹനീഫിനെ വിളിച്ചു, വരാന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാവിലെ മുതൽ മൂപ്പര ഫോൺ ഓഫ്. കിട്ടുന്നില്ല. പല വഴിക്കും നോക്കി. പക്ഷെ വരിക നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ, ഓലക്കപ്പാടെ കൂടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ സംഭവമല്ലേ. അങ്ങനെ അവസാനം ജാബിർ കായക്കൂടെ വിളിച്ചു റഹിമഹുല്ല. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, വിഷയമുണ്ട്, അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ജാബിർ പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ. ഉണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ. അവിടെ ചെന്നു നോക്കി. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പൊ ജാബിർ പറഞ്ഞു, ഹനീഫ് ഉണ്ട്, നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, കാത്തുനിന്നു. 1 മണിക്കൂർ നിന്നു, വിളില്ല. വീണ്ടും വിളിച്ചു ജാബിറിനെ. അപ്പൊ അദ്ദേഹം അല്ല, ഓൻ വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചിട്ടില്ല, ഞാൻ ഒന്നുകൂടെ പോയി പറയാം. രണ്ടാമൻ ജാബിർ പോയി പറഞ്ഞു, പ്രതികരണമില്ല. വീണ്ടും ജാബിറിനെ ഞാൻ വിളിച്ചു, അല്ല, വിവരമൊന്നുമില്ലല്ലോ. അപ്പൊ ജാബിർ പറഞ്ഞു, എന്തായാലും ഓൻ വീട്ടിലുണ്ട്, എന്താ എനിക്കറിയില്ല. അപ്പൊ ഉറപ്പായി മൂപ്പര് വരൂല. ഇങ്ങനത്തെ അനുഭവങ്ങളുള്ള യൂണിറ്റുകാരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർ. അപ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളുന്ന് വരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. സംഘാടകരായ ആളുകളെ വിഷമം അവിടെ നമുക്ക് മനസ്സിലാവുക. ഏൽപ്പിച്ചോ നേരെ കൂടി തിരിയാ, വിളിച്ചിട്ടുണ്ടാവില്ല, ഓർമ്മാക്കിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഓന് നേരെ തിരിയാ. അന്ന് സ്റ്റേജ് കെട്ടാനും പണമിറക്കാനും സംഘടിപ്പിക്കാനും എല്ലാത്തിനും 1 2 3 ആളെ ഉണ്ടാവുള്ളൂ. അവസാനം ഈ ആക്ഷേപങ്ങളും നിർത്തിപ്പോകാൻ തോന്നിപ്പോകും ഒരു പക്ഷ സമയത്ത്. ഇങ്ങനത്തെ അനുഭവം ഇല്ലാത്ത ഏത് യൂണിറ്റാണുള്ളത്? ഒരു സ്ഥലത്ത് വഴുതേൽപ്പിച്ചു കായക്കൊടിയെ, ഒരു വിവരമില്ല. അവസാനം മൂപ്പര് അടുത്ത വീട്ടിൽ നമ്പർ സംഘടിപ്പിച്ച് അങ്ങോട്ട് വിളിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ പിന്നെ വോളിബോൾ കളിക്കുന്നുണ്ട്. മൂപ്പരവിടെ വോളിബോൾ കളിക്കുക.
അപ്പൊ ഇവര് പറഞ്ഞു കാര്യം ചെയ്യും മൂപ്പട് പറഞ്ഞാള് ഞങ്ങൾ ഒരു വണ്ടിക്ക് വേണ്ട ആളായിട്ട് വരുന്നുണ്ട് എന്നാണ്. അപ്പൊ കുറച്ച് മൂപ്പർ ഇങ്ങോട്ട് വിളിച്ചു, അല്ല ഞാൻ പറഞ്ഞ പുറപ്പെടുകയാണ്. ഒരു വണ്ടിക്ക് ആളാണ്ട് വരുന്നുണ്ട് എന്നപ്പോ മൂപ്പർക്കൊന്ന് പുറപ്പെടാൻ പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിസ്വാർത്ഥരായ പല മുജാഹിദീങ്ങൾക്കുണ്ട്. അവിടേക്ക് ഉള്ളെന്ന് വന്നൊരു പ്രാർത്ഥന ഉണ്ട്, പഠിച്ചോൻ കൊടുക്കട്ടെ എന്നുള്ള തേട്ടം ഉള്ളെന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏൽപ്പിച്ചു കൊടുത്ത അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ട്രെയിൻ ടിക്കറ്റ് പോലും ഇങ്ങോട്ട് 30 ബസ്സിന് വരും, അല്ലെങ്കിൽ 30 ടിക്കറ്റ് എടുത്ത് വരും. അങ്ങോട്ട് പോകാൻ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റും കീശിയിട്ട് സംഘാടകൻ നിൽക്കുക. അവിടെ മൂപ്പര് വയതാഞ്ഞിട്ട് പോകുമ്പോ സീറ്റ് കിട്ടാതെ നിന്ന് പോകരുത് എന്ന ആത്മാർത്ഥത കൊണ്ട് റിസർവ് ചെയ്ത് ടിക്കറ്റും കീശിയിട്ട് നിൽക്കുന്നിട്ട് മൂപ്പര് വരുന്നില്ലാന്ന് കേൾക്കുമ്പോണ്ടാണ് വേദന ഉണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ കാരണമായിട്ടുണ്ടാവാം. ഹനീഫ് കായ്ക്കുടി വീട്ടിലിരുന്ന് ബൈലക്സിലൂടെ ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂപ്പിക്കുന്ന പരിപാടി ഇല്ലെങ്കിൽ നാളെയുമുണ്ട് പുത്രത്താണിയിൽ ഹനീഫ് കായ്ക്കുടിക്ക് മറുപടി ഞാനും താജുദ്ദീൻ സ്വലാഹിക്കും അതും കേൾക്കണം. ഞാൻ സൂചിപ്പിച്ചത് ഇത്ര ഈ സമസ്തക്കാർക്കെതിരെ ഖുറാഫികൾക്കെതിരെ ഇത്ര ശക്തമായി നമ്മുടെ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് നടത്താനായ നമ്മുടെ സംവാദം എന്തൊക്കെയാണെങ്കിലും അൽഹംദുലില്ലാഹ് അത് ഖൈറായി എന്ന് പറഞ്ഞില്ലെങ്കിലും ആക്ഷേപിക്കാതിരുന്നാൽ അത് നല്ലതല്ലേ. എന്നിട്ടാണ് അതിനൊരു വാചകത്തിൽ കണ്ടോ റഷീദി മുസ്ലിം തൗഹീദ ഞങ്ങൾ തൗഹീദ് എന്ന് സമ്മതിക്കേണ്ടി വന്നില്ലേ ജിന്നിനെ പേടിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോരയല്ലോ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞത് ഇവിടെയും സത്യമാകുന്നു എന്ന് മാത്രം. മൻസിൽ മഫാസ് എന്ന പുസ്തകം എടുത്തിട്ടാണ് ഹനീഫ് കായ്ക്കുടി പിന്നെ ഫിറ്റാക്കുന്നത്. അത് പുളിക്കലും ചെയ്തു. റുഖിയ ശറഈ ആദ്യം പ്രാർത്ഥനയാക്കി ഒതുക്കി. എന്നിട്ട് റുഖിയന്റെ മറവിൽ ഇതാ അവിടെ ചികിത്സ തുടങ്ങാൻ പോവുകയാണ്, അന്ധവിശ്വാസം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് ഗഫാർ മൗലിന്റെ പുസ്തകം എടുക്കുക, മൻസിൽ മഫാസ്. അതിന് ഓരോന്നിനുമുള്ള ഓരോ ആയത്ത്, ഓരോ ഹദീസ്, ഓരോ ദുആ, ഇത്ര പ്രാവശ്യം ചെല്ലിയാല് ഇന്ന ലോകത്തിന്, ഇത്ര പ്രാവശ്യം ചെല്ലിയാൽ ഇന്ന ലോകത്തിന് എന്ന് വായിച്ച് കണ്ടോ. ഇവിടേക്കാണ് ഇവര് കൊണ്ടുപോണത്. ഇവിടേക്കാണ് കൊണ്ടുപോണത്. പാളയം ഇമാമായ അബ്ദുൽ ഗഫാർ മുസ്ലിയാര് സാക്ഷാൽ ഖുറാഫി, ആ ചങ്ങാതി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകം മൻസിൽ മഫാസ്. കുറെ ആയത്ത് കാണും, കുറെ ഹദീസ് കാണും, ബാക്കി കുറെ മൂപ്പര ഭാഗ്യം കാണും. അതിന് മൂപ്പര് വെച്ച എണ്ണം, മൂപ്പര് വെച്ച രീതി, മൂപ്പര് വെച്ച സവിശേഷത എല്ലാം വെച്ചിട്ടാണ് മൂപ്പര് വിറ്റ് പൈസാക്കുന്നത്. എത്രത്തോളം വെച്ചാൽ മൂപ്പര് പറഞ്ഞു, ഈ പുസ്തകം ഇപ്പോൾ പലരും ഇത് വ്യാജമായി അടിച്ച് വിതരണം ചെയ്യുന്നുവെന്ന് ഞാൻ കേൾക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വ്യാജമായ പുസ്തകത്തിൽ നിന്ന് ഇത് നോക്കി ചൊല്ലിയാൽ അവർക്ക് ഫലമുണ്ടാവുകയില്ല. മൂപ്പർ ഔദ്യോഗികമായ ബുക്കിന്ന് പഠിച്ചാല് ഫലം ഉണ്ടാവുള്ളൂ, അല്ലാത്ത ബുക്കിന്ന് പഠിച്ചാൽ ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. കാരണം മൂപ്പർ ബിസിനസ് കൂടിയാണ് കണ്ടപ്പോ. ഈ ഗഫാർ മൗലവിന്റെ ചികിത്സ വായിച്ചിട്ട് കണ്ടോ ഇനി ഇതെങ്ങനെ നിങ്ങൾ എതിർക്കാതെ. നമ്മക്കതിന് യാതൊരു ആശങ്കയില്ല. ഗഫാർ മൗലവിയില്ല, അതിനപ്പുറമുള്ള വന്നാലും ഏത് വിഷയവും ഇസ്ലാഹി പ്രസ്ഥാനം ഈ കാലം വരെ എതിരാളികളുമായി ഏതൊക്കെ വിഷയത്തിൽ ഏറ്റുമുട്ടിയോ ആ വിഷയങ്ങളിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് ആദർശരംഗത്ത് നമുക്കെല്ലാവർക്കും ഉണ്ട്, സംശയമൊന്നുമില്ല. നമ്മൾ തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരാശങ്കക്കും പകല്ല, മുട്ടുവെറുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ ധൈര്യമായി ഞങ്ങളൊക്കെ പോലുള്ള ഒന്നുമല്ലാത്ത താഴേക്കടയിലുള്ള പ്രബോധകന്മാർ പോലും കയറി ചെന്നിട്ട് ചോദിച്ചോളൂ എന്ന് പറയണത്. നമുക്ക് ഒന്നുണ്ട്, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാൻ നമുക്ക് പഠിഞ്ഞു. അതാണ് ഇപ്പൊ പറഞ്ഞ വലിയ പഠിപ്പതാണ്. ആദ്യം അതറിയില്ല, ആദ്യം അതറിയോ ഒക്കെ ഞങ്ങൾക്ക് അറിയുന്ന വിചാരിച്ചിരുന്നത്. ഇപ്പൊ പഠിഞ്ഞു, അറിയാത്തൊരുപാട് സംഗതി ഉണ്ട്. അതോടുകൂടി ധൈര്യമായി. എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞെങ്കിൽ അറിയാറിയാൽ മതി. കഴിഞ്ഞ ആഴ്ച കോലമംഗലത്ത് മുഖാമുഖം നടത്തി എറണാകുളത്ത്, നമ്മളെ കമ്പി കച്ചവടക്കാരെ നാട്ടിൽ. പക്ഷെ കമ്പിയുമായി കുറെ മനുഷ്യന്മാർ വന്നു, കച്ചറുണ്ടാക്കി പ്രശ്നമാക്കി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അവിടെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോളി, അറിയുമെങ്കിൽ പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അപ്പൊ ഒരുത്തന്നെ ചോദ്യം, ഇതാണ് പ്രശ്നം, നിങ്ങൾ മുഖാമുഖം നടത്തുമ്പോ എല്ലാം അറിയുന്ന ആളെ കൊണ്ടുവരണ്ടേ, എല്ലാം അറിയുന്ന ആളെ കൊണ്ടുവരണ്ടേ, ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരണ്ടേ. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചോദ്യം ചോദിക്ക്. ഞാൻ ചോദ്യം ചോദിക്ക്, ഞാൻ ഇവിടെ പള്ളിന്റെ പ്രസിഡന്റാ, ഞാൻ ചോദ്യം ചോദിക്കലാ, എനിക്കെന്താ സംശയമുള്ളത്. അപ്പൊ ഈ കോലത്തിലാ കൗമുള്ളത്. അപ്പൊ ഏതായിരുന്നാലും
അറിയില്ല എന്ന് പറയാൻ പറഞ്ഞുകൂടി പിന്നെ ബേജാറൊന്നുമില്ല. അതുകൊണ്ട് ഇനി വഫാർ മൗലവിയല്ല, മൻസിൽ മഫാസ് അല്ല, സാക്ഷാൽ കായക്കൊടി വന്നാലും അവിടെയൊക്കെ കൃത്യമായി പറയാനുള്ള കോള് ആദർശ രംഗത്ത് നമ്മുടെ മക്കളുണ്ട്. കാരണം പ്രമാണം വിട്ടിട്ടില്ല. മറ്റുള്ളവർ പ്രമാണം വിട്ടു, പ്രമാണിന്റെ പിന്നാലെ പോയപ്പോ ഓർക്കൊരു പക്ഷെ ബേജാറുണ്ടാവും, ഇനിയിപ്പോ എങ്ങനെ ഖുറാഫത്ത് പോകാൻ ഓർക്ക് പോകാൻ കഴിയില്ല. കാരണം നന്ദിക്കേതായാലും പോകാൻ പറ്റൂല. നന്ദിപ്പള്ളി താക്കോല് മറ്റൊന്ന് ചോദിക്കിട്ട് പോ. എത്രപ്പോഴും ഓർക്ക് ആവശ്യം, പക്ഷെ താക്കോല് വേണം. കായക്കുടി വന്നേര് താക്കോല് കൊടുത്തേരാന്ന്, ആ താക്കോല് കാത്തിക്കുണ്ട്. അവിടെ ഓർക്കാണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെയും പോകും. 21 ശനിയാഴ്ച നന്ദി കോളേജിന് മുമ്പിൽ സക്കരിയ സുലാഹിയും ഞാനും കൂടെ മുഖാമുഖം നടത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എവിടെയും പോകാം, എവിടെയും ചെന്ന് ഏത് വിഷയത്തിലും വയലോ ഖണ്ഡനമോ മുഖാമുഖമോ സംവാദമോ നടത്താൻ യാതൊരു പ്രയാസമില്ല. അതുകൊണ്ടല്ല അബ്ദുറഹ്മാൻ സലഫിലേക്ക് എത്ര പോകുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നത്. അത് മാറുന്നില്ലല്ലോ പതി. ഞങ്ങൾ ഒപ്പം നിർത്താൻ മൂപ്പര പൗദ്യ ഞാൻ ഉണ്ടാവും, തടികൊണ്ടും നീളം കൊണ്ടൊക്കെ. എന്നിട്ടും എന്തേ ഇത് വെല്ലുവിളിക്കാണ് ധൈര്യം കിട്ടുന്നത്? അപ്പുറത്ത് കഴിമ്പില്ലാന്ന് മനസ്സിലായി. ഒരു പ്രമാണം വിട്ടിട്ടുണ്ട്, തൗഹീദിന് പോയിട്ടുണ്ട്, സാക്ഷാൽ ശിർക്കിന്റെ തലങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. റബ്ബല്ലാത്തവര് അഭൗതികമായി സഹായിക്കുകയും ദോഷം പറ്റുകയും ചെയ്യുമെന്ന് തുറന്ന് പ്രസംഗിക്കുന്നിടത്ത് അവർ എത്തിയതോടുകൂടി ഇനി ഓരോ കാര്യത്തിൽ ബേജാറാകാനില്ല. തൗഹീദ് വിട്ടാ പിന്നെ ആകാശത്ത് വീണ പോലെയാണല്ലോ ആ വീഴ്ച നമ്മളിപ്പോ കാണുന്നത്. എങ്ങോട്ടാ പോകണ്ടി, എങ്ങനെ നിൽക്കണ്ടി, ആരൊപ്പ ഒന്നാകണ്ടി, എവിടെ പോയി ഐക്യപ്പെടേണ്ടി എന്നുള്ള ചർച്ച എപ്പോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളിഞ്ഞ് ബേജാറാണ് ആവശ്യമില്ല ആദർശ രംഗത്ത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.